സിജോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ എടുത്തു പറയാവുന്ന, ഡെവലപ്പ് ചെയ്യാവുന്ന വാർത്തകൾ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത CPI ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടേഷൻ വിവാദമാണ്. ഇന്നലെയാണ് അത് സംബന്ധിച്ചൊരു പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മുൻപം പോലീസിനാണ് അത് സംബന്ധിച്ച് പരാതി ലഭിച്ചിരുന്നത്. അന്തരിച്ച മുൻ CPI ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർ ഒരു കൊട്ടേഷൻ നൽകിയെന്നുള്ളൊരു വിവാദമാണ്. ധനേഷ് കൊട്ടേഷൻ നൽകിയെന്നാണ് പറയുന്നത്. പരാതി കൊടുത്തിരിക്കുന്നത് നിലവിലെ ജില്ലാ സെക്രട്ടറിയുടെ മകനാണ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് മുൻ ജില്ലാ സെക്രട്ടറിയുടെ മരണത്തിന് ശേഷം ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അത് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ക്യാൻസർ ബാധിതനാണ് അദ്ദേഹം മരണപ്പെടുന്നത്. വലിയ മനോവിഷമത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുകയും ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് വരരുത് എന്നുള്ള കാര്യം കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോഴൊരു കൊട്ടേഷൻ ആരോപണമായി നിലവിൽ വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാളുടെ P. രാജുവിൻ്റെ ഡ്രൈവർ ധനേഷ് ഇയാൾക്ക് ഡേവിനെതിരെ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടേഷൻ സംഘമുണ്ട്. അവിടെയുള്ള ആളുകൾക്കാണ് ഇത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്നൊരാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടാവും, ഇവിടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെ നടപടികൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. ഇനി കോട്ടയത്തോട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഏറ്റുമാനൂരിൽ ഒരു യുവതിയും മകളും മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ അവരുടെ ഭർത്താവിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് തലേദിവസം ഫോണിൽ ചില സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പറയുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ഈ സന്ദേശങ്ങളെ സംബന്ധിച്ച് ചില സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാൾ ഫോൺ വിശദമായി പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സ്ത്രീയുടെ മരണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി പ്രതീക്ഷിക്കുന്നത്.